ഹലോ ഓൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ 7ാമത്തെ ക്ലാസ് ആണ് മൊഡ്യൂൾ 1ന്റെ. ഇതിൽ നമ്മൾ ഫാരഡയുടെ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഫാരഡയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നോക്കാം. സോ നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ കിർച്ചോഫ്സ് ലോ വരെ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് വരെ നമുക്ക് കിർച്ചോഫ്സ് ലോ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഇന്ന് നമ്മൾ ഫാരഡെ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കും. അതുപോലെ തന്നെ ലെൻസസ് ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു ലെൻസസ് ലോ പറയാനുണ്ട്. പിന്നെ എന്താണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. സോ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കോയില് അത് ഏതെങ്കിലും തരത്തിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക എന്നൊക്കെ വരുന്ന സമയത്ത് അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ദി ഫിനോമിനോൺ ഇൻ വിച്ച് ആൻ EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ when the magnetic flux linking it changes. ഓക്കെ, സോ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റ് ഉണ്ട് ഇവിടെ, നോർത്ത് സൗത്ത് പോളിന്റെ ഒരു മാഗ്നറ്റ് ഉണ്ട്. നമുക്കിവിടെ ഒരു വൈൻഡിങ് കോയിലുണ്ട്, കണ്ടക്ടർ അല്ലെങ്കിൽ കോയിലുണ്ട്. ഇനി ഇവിടെ ഒരു നമ്മൾ ഗാൽവനോമീറ്റർ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോന്നുണ്ട് അറിയാനായി. അപ്പം നോക്കൂ, ഇപ്പം ഇതിന് ചുറ്റും നമുക്കറിയാം ധാരാളം എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ച് ധാരാളം മാഗ്നറ്റിക് ഫ്ലക്സ് ഈ മാഗ്നറ്റിന് ചുറ്റും ഉണ്ടായിരിക്കും, ഈ ഒരു ടൈപ്പിൽ ഉണ്ടായിരിക്കും. സോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ടൈമിൽ ഈ കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അപ്പോൾ അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. ആ ചേഞ്ചിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ ഒരു EMF ഈ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ആവുന്ന പറയുന്നത്. സോ ഈ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ജനറേറ്ററിലും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുകളിലും മോട്ടോറിലെ ബാക്ക് EMFന്റെ കാര്യത്തിലും ഇൻഡക്ടറിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫാരഡയുടെ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും അവിടെ ഒരു ഫ്ലക്സ് ലിങ്കിങ്, ഒരു ചേഞ്ചസ്, അവിടെ ഫ്ലക്സ് ചേഞ്ച് വരുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ EMF ഇൻഡ്യൂസ് ആവുന്നത്. ഓക്കെ, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ 2 ലോ ആണ് പ്രധാനമായിട്ടും ഫാരഡെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ലോ, ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത് whenever the magnetic flux linking a conductor or coil changes, an EMF is induced in the conductor or coil. നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഏതെങ്കിലും ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ചേഞ്ചസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, ഇതിലുമായിട്ട് ലിങ്ക് ആവും. ആ ലിങ്ക് ആവുന്ന സമയത്ത് എന്താ, അവിടെ ചേഞ്ചസ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഇതിൽ ലിങ്ക് ആവുന്ന സമയത്ത് അതൊരു ചേഞ്ച് ആയിട്ട് മാറുകയും ആ ചേഞ്ചസിന്റെ ഫലമായിട്ട് ഈ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. സോ അതാണ് പറയുന്നത് whenever the magnetic flux linking a conductor or coil changes, an EMF is induced in the conductor or coil. പക്ഷെ നമുക്കിതാ ഇത് നമ്മൾ ഇങ്ങോട്ട് നീക്കി ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കണം, അവിടെ എപ്പോഴും ഒരു മോഷൻ അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ EMF അവിടെ നമുക്ക് ഇൻഡ്യൂസ്, ആ ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മോഷൻ ഉണ്ടായിരിക്കണം. അവിടെ ഒരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ആ മൂവ്മെന്റ് വഴിയാണ് നമുക്ക് അവിടെ ചേഞ്ച് വരികയും ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയി കണ്ടക്ടറിൽ അത് കട്ട് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സിനെ ലിങ്ക് ചെയ്യും, ദെൻ അവിടെ EMF ഇൻഡ്യൂസ് ആവുകയാണ് ചെയ്യുക. സോ ഇനി നമ്മളൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് നമ്മൾ അവിടെ ഈ കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിലൂടെ ഒരു കറണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിലേക്ക് ഫ്ലോ ചെയ്യിക്കാം. അങ്ങനെയാണ് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇമാജിൻ എ കോയിൽ കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ ആൻഡ് ബാർ മാഗ്നറ്റ്. Move the magnet toward the coil, galvanometer shows a deflection. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇത് ഇങ്ങനൊരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊരു കോയിലാണ്, C1 എന്ന് പറഞ്ഞ കോയിലാണ്, G ഗാൽവനോമീറ്റർ ആണ്. നമ്മൾ ഈ ബാർ മാഗ്നറ്റിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ആ ചേഞ്ച് ഇവിടെ ഗാൽവനോമീറ്ററിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ഫീൽ ചെയ്യാം, അത് ഡിഫ്ലക്ഷൻ ചെയ്യും. സോ
മൂവ് ദി മാഗ്നറ്റ് ടുവേർഡ് ദ കോയിൽ. കോയിലിനടുത്തേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും? ഒരു ഡിഫ്ലക്ഷൻ തരും. ഇനി ആ കോയിലിനടുത്ത് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് മാഗ്നറ്റ് കൊണ്ടുവച്ചാലോ അവിടെ പ്രത്യേകിച്ച് ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. ഇനി വീണ്ടും ആ അടുത്ത് കൊണ്ടുവച്ച മാഗ്നറ്റിനെ നമ്മൾ തിരിച്ച് ബാക്കോട്ട് വലിക്കുന്ന സമയത്ത് അപ്പോഴും എന്തുണ്ടാവും? ഒരു ചേഞ്ചസ് ഉണ്ടാവും. സോ ബാക്കോട്ട് നമ്മൾ കൊണ്ടുവന്ന് മാഗ്നറ്റിനെ ദൂരേക്ക് മാറ്റുന്ന സമയത്തും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സോ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയുള്ളൂ. അതാണ് ഫാരഡേയുടെ ഒന്നാമത്തെ ലോ പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ദാറ്റ് പ്രൊഡ്യൂസസ് EMF. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെന്ന് കരുതി അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടെന്ന് കരുതി എന്തില്ല അവിടെ EMF ഇൻഡ്യൂസ് ആവില്ല. കാരണം അവിടെ എന്ത് വേണം? ചേഞ്ച് ഇൻ ഫ്ലക്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? EMF ഇൻഡ്യൂസ് ആവുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ രണ്ടാമത്തെ ലോ എന്താ പറയുന്നത്? ഫാരഡേ സെക്കൻഡ് ലോ പറയുന്നത് നോക്കൂ, എത്രത്തോളം EMF ഇൻഡ്യൂസ് ആവുന്നു എന്നുള്ളതാണ്. എത്രത്തോളം EMF അവിടെ ഇൻഡ്യൂസ് ആവുന്നു എന്നതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് the magnitude of induced EMF is directly proportional to the rate of change of magnetic flux linkages. അതായത് അവിടെ ഉണ്ടാവുന്ന EMF അവിടെ ഇൻഡ്യൂസ് ആവുന്ന EMF എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സിനെ അവിടെ ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ലിങ്ക് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്തു എന്ന അടിസ്ഥാനത്തിലാണ് എന്ത് പറയുന്നത്? അവിടെ ഈ പറഞ്ഞ പോലെ എത്രത്തോളം EMF ഇൻഡ്യൂസ് ആയി എന്ന് പറയുന്നത് ആ കോയിലിൽ. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് സൗത്ത് പോള്. നമുക്ക് കുറെ ചുറ്റുകളുള്ള ഒരു കോയിൽ ഉണ്ട്. ഇതാണ് കോയില്. ഇത് അടുത്തേക്ക് കൊണ്ടുവരിക, ദൂരേക്ക് കൊണ്ടുവരിക എന്നുള്ള പറഞ്ഞു. അപ്പം എത്രത്തോളമാണ് ഇത് അടുത്തേക്ക് കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് EMF എന്താവും? കൂടും. ദൂരേക്ക് കൊണ്ടുപോകുന്നതനുസരിച്ച് കുറയും. അങ്ങനെ ലിങ്കിങ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ലിങ്കേജിനനുസരിച്ച് EMF കൂടിയും കുറഞ്ഞിരിക്കും. എത്രത്തോളം കൂടുതൽ ലിങ്കേജ് വരുന്നു അത്രത്തോളം EMF ഉണ്ടാവും. കുറയുന്ന ലിങ്കേജ് ആണെങ്കിൽ കുറഞ്ഞ EMF ഉണ്ടാവുള്ളൂ. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി നമ്മളൊരു കോയിൽ എടുക്കുകയാണ്. അവിടെ അതിൽ n ടേൺസ് ഉണ്ട്. n നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകൾ. ഇപ്പം എത്ര എണ്ണം നമുക്ക് അറിയില്ല. അപ്പൊ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ആവുന്ന EMF E is equal to minus n d∅ by dt ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. E is equal to minus n d∅ by dt. ഇവിടെ E എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF ആണ്. E എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF ആണ്. പിന്നെന്താണ്? n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ. പിന്നെ വേറെ എന്താണ്? ഫൈ. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ വെബർ. മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ വെബർ. ഫ്ലക്സ് ഇൻ വെബർ. വേറൊരു ടൈമാണ് ടി. ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? ഒരു EMF ഇൻഡ്യൂസ് ആവുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസും അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഫ്ലക്സ്, എത്ര സമയത്ത് എത്ര ഫ്ലക്സ് ചേഞ്ച് ചെയ്തു എന്നുള്ളതും d∅ by dt, അതും എന്ത് പറയുന്നുണ്ട്? ഈ d∅ by dt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് കേട്ടോ. ചേഞ്ച് ഇൻ ഫ്ലക്സ്. ഓക്കെ, അതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ലോ പറയുന്നത് എന്താണ്? Whenever the magnetic flux linking a conductor or coil changes, an EMF is induced in the conductor or coil. ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ലിങ്ക് ആവുന്ന സമയത്ത് അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കോയിലിൽ അല്ലെങ്കിൽ കണ്ടക്ടറിൽ എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. നേരെ മറിച്ച് സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? എത്രത്തോളം അവിടെ ലിങ്കേജ് ഉണ്ടാവുന്നോ, മാഗ്നറ്റിക് ഫ്ലക്സ് എത്രത്തോളം കണ്ടക്ടറുമായി ലിങ്കേജ് ആവുന്നോ അതിനനുസരിച്ചാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF-ഉം ഉണ്ടാവുന്നത്. സോ കൂടുതൽ ലിങ്കേജ് ഉണ്ടായാൽ കൂടുതൽ EMF ഉണ്ടാവും. കുറഞ്ഞ ലിങ്കേജ് ആണെങ്കിൽ കുറഞ്ഞ EMF ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് E is equal to minus n d∅ by dt. അപ്പം പറഞ്ഞ മനസ്സിലായല്ലോ? ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളത് എപ്പോഴാ? നമ്പർ ഓഫ് ടേൺസ് നമുക്ക് കൂട്ടിയാലും എന്ത് ചെയ്യാം? EMF-നെ കൂട്ടാം. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചസ് കൂടുതലാക്കി കഴിഞ്ഞാൽ, പെട്ടെന്ന് കൂടുതലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് EMF-നെ കൂട്ടാം. ഓക്കെ, സോ ഫ്ലക്സ് ചേഞ്ച് ക്വിക്ക് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലാർജ് EMF ഇൻഡ്യൂസ് ആവുമെന്ന് മനസ്സിലാക്കിയിരിക്കുക.
പെട്ടെന്ന് അല്ലെങ്കിൽ ക്വിക്കായിട്ട് ഫ്ലക്സ് ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് അവിടെ ലാർജ് EMF എന്താവും ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ. ദെൻ എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് മൈനസ് സൈൻ കാണാൻ പറ്റുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു E is equal to മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി ആണ്. സോ ഈ നെഗറ്റീവ് സൈനിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ ലെൻസസ് ലോനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലെൻസസ് ലോ ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷനെയാണ് പറയുന്നത്. സോ ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കാണിക്കാനാണ് അവിടെ മൈനസ് ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അതായത് അതുമായി ബന്ധപ്പെട്ട ഒരു ലോ ആണ് ലെൻസസ് ലോ. സോ എന്താണ് ആ മൈനസ് എന്ന് പറയുന്നത്? ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ കറണ്ട്. ലെൻസസ് ലോ എന്താന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യാം. ഈസിക്കൽ ടു മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി. ഓക്കെ, അതിന്റെ മൈനസ് വരാനുള്ള കാരണം അത് റെപ്രസെന്റ് ചെയ്യുന്നത് ലെൻസസ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോ ആണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. അതായത് ആ മൈനസ് കാണിച്ചിരിക്കുന്നത് ആ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള EMFന്റെ അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ലെൻസസ് ലോ? സോ ലെൻസസ് ലോ പറയുന്നത് ഇത്രയാണ്: ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ കറണ്ടിന്റെയോ EMFന്റെയോ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കറണ്ടിന്റെയോ EMFന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. അതായത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒപ്പോസസ് ദ ചേഞ്ച് ആണ്. ഇപ്പം അവിടെ ഒരു കോയിൽ ഉണ്ട്, ഇവിടെ ഒരു മാഗ്നറ്റും ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇവിടെ നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്, ഒരു കോയിൽ ഉണ്ട് അല്ലെ? സോ ഈ കോയിലിന് അടുത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് എന്താവും? മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കോയിലിൽ ലിങ്ക് ആവുന്നത് എന്താവും? കൂടും. ഇവിടെ ഇതിന്റെ ചുറ്റുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഇതിലേക്ക് ലിങ്ക് ആവും അല്ലെ? സ്വാഭാവികമായിട്ടും. സോ ലെൻസസ് ലോ പ്രകാരം ഈ കോയിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു EMF ഇൻഡ്യൂസ് ആവും. അങ്ങനെ ഇതിലും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവും. സ്വാഭാവികമായിട്ടും ഈ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇതിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യും? എതിർക്കും, ഒപ്പോസ് ചെയ്യും. അതായത് ഈ എന്ത് കാരണം കൊണ്ടാണോ ഇതിൽ EMF ഉണ്ടായത്, ആ EMF ഉണ്ടാവാനുള്ള കാരണത്തിനെ എതിർക്കുന്നതാണ് ഒപ്പോസസ് ദ ചേഞ്ച്. അപ്പൊ ഇവിടെ ചേഞ്ച് കാരണം എന്താണ്? ഈ കാന്തത്തിന് നമ്മൾ ഇങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോഴല്ലേ ഇവിടെ EMF ഇൻഡ്യൂസ് ആവുന്നത്. അപ്പം ഈ ഇൻഡ്യൂസ് ആവാനുള്ള കാരണം എന്താണ്? ഇതാണ്. സോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവിടെ നമുക്ക് എന്തുണ്ടാവുന്നത്? മൈനസ് സൈൻ നമുക്ക് കാണുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് നെസസറിലി ഒപ്പോസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ഇറ്റ്സെൽഫ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ആ ഒരു കാരണത്തെ എന്ത് ചേഞ്ച് കൊണ്ടാണോ അവിടെ ആ EMF പ്രൊഡ്യൂസ് ഉണ്ടായത് കാരണം, അതിനെ എന്ത് ചെയ്യും? എതിർക്കും എന്നാണ് പറയുന്നത്. അതാണ് ലെൻസസ് ലോ പറയുന്നത്. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരിക്കുക. Lenses law. The direction of induced EMF or current is such that it opposes the change in magnetic flux that produces it. So അവിടെ മെയിൻ ആയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF അതിന് കാരണമായ ആ സാഹചര്യത്തിനെ എതിർക്കുന്നു. എന്ത് കാരണമാണോ അതിനെ എതിർക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? പേര് പോലെ തന്നെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ produced when a conductor physically move through a magnetic field and cuts magnetic flux. സോ ഇവിടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അതായത് ഇവിടെ ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചേ. ഇത് നോർത്തും സൗത്തും പോലുള്ള ഒരു മാഗ്നറ്റിന്റെ ഇടയിലായിട്ട്, നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിലായിട്ട് ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. ആ കണ്ടക്ടറിനെ നമ്മൾ മൂവ് ചെയ്യാണ്. ഒന്നില്ലെങ്കിൽ താഴോട്ട് മുകളിലോട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യാം. അപ്പൊ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യും. അങ്ങനെ ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കണ്ടക്ടറുമായിട്ട് ലിങ്ക് ആവുന്ന സമയത്ത് ഒരു EMF എവിടെ ഉണ്ടാവും? ആ കണ്ടക്ടറിന് അക്രോസ് നമുക്ക് കിട്ടും. അപ്പം ഇത്തരത്തില് കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കൊണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന EMFനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ എന്താണ്? when a conductor physically moves through a magnetic field and cuts magnetic flux. അപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയും അത് മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF.
ഇനി അതായത് അതിനൊരു പറയണ ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് പറയാണ് ഫോർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L ലെങ്ത് ഉള്ള കണ്ടക്ടർ ലെങ്ത് L ഒരു v വെലോസിറ്റിയിൽ എന്ത് ചെയ്യാം മൂവ് ചെയ്യാണ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ് ഓക്കെ. ദെൻ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് വെച്ചാൽ എത്രയാണ് ബി കൺസിഡർ ചെയ്യാൻ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ അഥവാ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ E is equal to എന്ത് വരും BLV E is equal to BLV എന്നില്ല. അതായത് കണ്ടക്ടർ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഈ പറഞ്ഞ പോലെ E is equal to BLV ഉണ്ടാവും. പിന്നെ അത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് E is equal to BLV sin theta എന്ന് വരും ഇക്വേഷൻ. BLV sin theta. B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, കണ്ടക്ടർ മീറ്ററിൽ പറയുന്നതാണ്. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് മീറ്റർ പെർ സെക്കൻഡിൽ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ മോഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെയും കണ്ടക്ടറിന്റെ മോഷന്റെയും ഇടയിലുള്ള എന്താണ് ആംഗിൾ ആണ് പറഞ്ഞ തീറ്റ എന്ന് പറഞ്ഞാൽ. ഈസ് ഈക്വൽ ടു BLV സൈൻ തീറ്റ എന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഡൈനാമിക്കലി എന്ന് പറഞ്ഞപ്പോൾ അവിടെ മൂവ്മെന്റ് ആണ് അല്ലെ, കണ്ടക്ടർ മൂവ് ചെയ്യുന്നു. ഇവിടെ സ്റ്റാറ്റിക്കലി എന്ന് പറഞ്ഞാൽ അതായത് അവിടെ മൂവ്മെന്റ് ഇല്ല എന്നുള്ളത് ചിന്തിച്ചാൽ മതി. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ കണ്ടക്ടർ ഓർ കോയിൽ റിമെയിൻസ് സ്റ്റേഷനറി. മൂവ്മെന്റ് ഇല്ല, സ്റ്റേഷനറി ആയ സമയത്താണ്, സ്റ്റേഷനറി ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ എന്തുണ്ടാവുന്ന EMF പ്രൊഡ്യൂസ് ആവുന്നത്. ബട്ട് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് ഇറ്റ് ചേഞ്ചസ്. പക്ഷെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കണ്ടക്ടർ ഫിസിക്കലി എന്ത് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ മൂവ് ചെയ്യുന്നില്ല. പക്ഷെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവുന്നുണ്ട്, ഒരു ടൈമിനനുസരിച്ച് അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. സോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനറി കോയിൽ അടുത്തൊരു കോയിലിന് അടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഫസ്റ്റ് കോയിലിൽ ഒരു കറണ്ട് കൊടുത്തു, അവിടെ ഒരു ചേഞ്ച് ഇൻ കറണ്ട് ആണ്, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്താവും, ചേഞ്ച് ആവും. സോ ദെയർഫോർ ഫ്ലക്സ് ലിങ്കിങ് ദ സെക്കൻഡ് കോയിൽ ചേഞ്ചസ് ഇൻഡ്യൂസിങ് EMF ഇൻ ദ സെക്കൻഡ് കോയിൽ. അതായത് ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു കോയിൽ ഉണ്ട്, ഈ കോയിലിലേക്ക് നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഇപ്പൊ ഇവിടെ കറണ്ട് പാസ് ചെയ്യണം. ഇതൊരു ചേഞ്ച് ഇൻ കറണ്ട് ആണ്, ഇവിടെ ഉണ്ട്. അപ്പം ഈ കറണ്ടിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു EMF പ്രൊഡ്യൂസ് ആവുകയും എന്ത് സംഭവിക്കും, ഇതിലൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഒരു പ്രഭാവം ഈ തൊട്ടടുത്തിരിക്കുന്ന കോയിലിലേക്ക് വരികയും ആ കോയിൽ എന്താവും, EMF ഇൻഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇങ്ങനെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന ഒരു എക്സാമ്പിൾ പറയാം. ഇതൊരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കൂടിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. അതിൽ 2 ടൈപ്പ് ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷനും അതുപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷനും. ഒന്നാമതായിട്ടാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. സോ ഒരു ചേഞ്ചിങ് കറണ്ട് നമ്മളൊരു കോയിലിലൂടെ പാസ് ചെയ്യുന്ന ചേഞ്ചിങ് കറണ്ട് ആ കോയിലിൽ തന്നെ എന്തുണ്ടാവുന്നുണ്ട്, EMF ഇൻഡ്യൂസ് ആവാന്നുണ്ടെങ്കിൽ അതിനർത്ഥം സെൽഫ് ഇൻഡക്ഷൻ എന്നർത്ഥം. സോ ഒരു കോയില് ആ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് പാസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. സെൽഫ് ഇൻഡക്ഷൻ. When the changing current in a coil produces a change in flux in the same coil, then EMF is induced in that same coil. ആ സെയിം കോയിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF നോട്ട് ചെയ്യാം. സെൽഫ് ഇൻഡക്ഷൻ, ഈ സെൽഫ് ഇൻഡക്ഷൻ വഴിയാണ് എന്തുണ്ടാവുന്നത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്. അതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന പോയിന്റ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന കാര്യം നോട്ട് ചെയ്യാം. അതിൽ E is equal to minus L di/dt ആണെന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഉണ്ടാവുന്ന EMF മൈനസ് L into di/dt. L എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്, di/dt എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആണ്.
ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോട്ട് ചെയ്തോളൂ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ഒരു എക്സാമ്പിൾ ആണ്. സെൽഫ് ഇൻഡക്ഷന് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് എക്സാമ്പിൾ ആയിട്ട് ഇൻഡക്ടറിന് കൊടുക്കാം. ഓക്കെ, സോ അടുത്തത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചേഞ്ച് ഇൻ കറണ്ട്, when the change in current in one coil produces change in magnetic flux that links another coil. അതായത് ഒരു കോയിലിൽ നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ, അതിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന ഒരു കോയിലിലേക്കും അതിന്റെ എന്താണ് ലിങ്കിങ് വന്നിട്ട് അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത് സെക്കൻഡ് കോയിലിൽ. സോ അതിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇവിടെ നമ്മൾ പ്രൈമറിയിൽ ഒരു കോയിൽ, ഫസ്റ്റ് കോയിലിൽ കൊടുക്കുന്നത് സെക്കൻഡ് കോയിലിലേക്ക് ഇൻഡ്യൂസ് ആവാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് E2 ഇസ് ഈക്വൽ ടു, സെക്കൻഡറിയിൽ ഈ ഇൻഡ്യൂസ് ആയിട്ടുള്ള ഇ എം എഫ് E2 ഇസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി ഐ വൺ ബൈ ഡി ടി. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി ഫസ്റ്റ് കോയിൽ. Rate of change of current in the first coil. ഓക്കെ, എക്സാമ്പിൾ നോട്ട് ചെയ്യാം. മ്യൂച്വൽ ഇൻഡക്ഷൻ എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫോർമർ. ഓക്കെ, അപ്പം ഫാരഡേയുടെ ഫസ്റ്റ് ലോ എന്തായിരുന്നു? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസസ് എന്ന് വെച്ചാൽ ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ്, അതായത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അത്ര ഓർത്തിരുന്നാൽ മതി. ഫാരഡേസ് ഫസ്റ്റ് ലോ. ഇനി സെക്കൻഡ് ലോ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിപ്പെൻഡ്സ് ഓൺ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. സോ മൈനസ് എൻ ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പറയും. പിന്നെ നെഗറ്റീവ് സൈൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ലെൻസസ് ലോ അപ്ലൈ ആവുന്നതുകൊണ്ടാണ് അല്ലെ. ലെൻസസ് ലോ എന്താ പറയുന്നത്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒപ്പോസസ് ദി ചേഞ്ച് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. ഓക്കെ, പിന്നെ ഡൈനാമിക് ഇൻഡക്ഷനും സ്റ്റാറ്റിക് ഇൻഡക്ഷനും നമ്മൾ പഠിച്ചു. ഡൈനാമിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ മൂവ്സ് ആൻഡ് ഫ്ലക്സിനെ മൂവ് ചെയ്ത് കട്ട് ചെയ്യുന്നു. ദെൻ സ്റ്റാറ്റിക് ഇൻഡക്ഷനിൽ കണ്ടക്ടർ മൂവ് ചെയ്യുന്നില്ല, പക്ഷെ ഫ്ലക്സ് ചേഞ്ച് ആവുന്നുണ്ട്. ഇനി ജനറേറ്റർ ആണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ട്രാൻസ്ഫോമർ ആണ് ഒരു സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ഇൻഡക്ഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും. അപ്പം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതുമായിട്ട് കാണാം. ഓക്കെ.